വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഞാനൊരു കൃഷ്ണനെ വാങ്ങിക്കാൻ പോവുകയാണേ. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേർത്തല അമ്പലത്തിൻ്റെ തൊട്ട് വടക്ക് വശത്തായിട്ടൊരു പൂക്കടയുണ്ട്. ആ പൂക്കടയിൽ നമുക്ക് കൃഷ്ണ വിഗ്രഹങ്ങളും വിളക്കുകളും അങ്ങനെ ഒത്തിരി ഐറ്റംസ് അവിടെ വിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പൂക്കട. ഇവിടെ നമുക്ക് കൃഷ്ണൻ്റെ ഒരുപാട് വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട്. സ്റ്റോൺ വെച്ചിട്ടുള്ളതും സ്റ്റോൺ ഇല്ലാത്തതുമായിട്ടുള്ള കൃഷ്ണന്മാരുണ്ട്. അതുപോലെ തന്നെ കുറേ പൂമാലകൾ, നെറ്റിപ്പട്ടം, ചെറിയ നിലവിളക്കുകൾ, ഒത്തിരി ഫോട്ടോസുകളുണ്ട്, ലൈറ്റ് വെച്ചിട്ടുള്ളതും ഇല്ലാതെയുള്ളതും ഒക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് ഈ കാറിലൊക്കെ ഇടാൻ പറ്റിയ ഹാങ്സ് പോലുള്ള സാധനങ്ങളൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു കൃഷ്ണനെ എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കൃഷ്ണനെയൊക്കെ വാങ്ങി. അത്യാവശ്യം വലിപ്പമുള്ള കൃഷ്ണനാണ്, അധികം റേറ്റും ആയില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാനങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കൃഷ്ണനെ വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കടയിൽ തന്നെയാണ് ഒരു 19 വർഷം മുമ്പ്, എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാനൊരു കൃഷ്ണനെ വാങ്ങിയിരുന്നു എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാലിൻ്റെ വശമെല്ലാം ഇങ്ങനെ ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷു ആകുമ്പോഴേക്കും നമുക്ക് കണി വയ്ക്കാനായിട്ട് നല്ലൊരു കൃഷ്ണൻ വേണമല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു അത് വേറൊരു കൃഷ്ണൻ വാങ്ങിക്കണം, ഈ ദ്രവിച്ച് അത് വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാങ്ങി ഞാനിപ്പം എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് വരുന്നത് വയലാറാണ്. അപ്പോൾ വയലാറിലേക്ക് ഞാനിങ്ങനെ എൻ്റെ വീടെത്തി. ഇത് അച്ഛൻ നടത്തുന്നൊരു കടയാണ്. അപ്പം സൈഡിൽ കൂടിയാണ് വീട്ടിലേക്ക് പോകുന്ന വഴി വരുന്നത്. റോട്ടിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോകുമ്പോഴാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്. പോയി നോക്കാം, അമ്മയുണ്ടോ നോക്കാം. എന്തൊക്കെയോ അരിഞ്ഞുണക്കാൻ ഇട്ടിട്ടുണ്ട്. അമ്മയുടെ മെയിൻ ഹോബിയാണ് ഇങ്ങനെ ഈ മാങ്ങയുള്ള സീസൺ വരുമ്പോൾ മാങ്ങയെല്ലാം അരിഞ്ഞുണക്കി ടിന്നിനകത്താക്കി വയ്ക്കുക. അതുപോലെ തന്നെ കുറേ കണ്ണിമാങ്ങകളൊക്കെ പെറുക്കി ഉപ്പിലിട്ട് വയ്ക്കുക. ഇതൊക്കെ അമ്മയുടെ മെയിൻ ഹോബീസാണ്. അപ്പം നോക്കട്ടെ, ഉണ്ടോയെന്നറിയില്ല. വാതിലൊക്കെ അടച്ചിട്ടേക്കുവാണ്. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഇതാണ് നമ്മൾ വാങ്ങിയ സുന്ദരനും സുമുഖനുമായ കള്ളകൃഷ്ണൻ. അപ്പോൾ ഞാൻ കൃഷ്ണനെ വാങ്ങിയ സമയത്തെ ഒരു പൂമാലയും കൂടെ വാങ്ങിച്ചായിരുന്നു കണ്ണനെ അണിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇത്തിരി വലുതായത് കാരണം അതിട്ട് കഴിഞ്ഞാൽ കണ്ണനെ കാണൂല. അപ്പോൾ അത് കാരണം ഞങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചു. അപ്പം അമ്മ ഇപ്പം കണ്ണനെ എടുത്തുകൊണ്ട് പോകുന്നത് അമ്മയുടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ്. അമ്മയുടെ പൂജാമുറിയാണത്. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കും, നാമം ചൊല്ലും. അതുപോലെ തന്നെ വൈകിട്ടും വിളക്ക് കത്തിച്ച് നാമം ചൊല്ലും. പിന്നെ രാമായണ മാസം രാമായണം വായിക്കും. പിന്നെ എല്ലാവരും ഉണ്ട് അവിടെ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ദൈവങ്ങളും ഉണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കടവിലമ്മയുണ്ട്. അതാണ് നമ്മുടെ കൃഷ്ണൻ അവിടെ ഇരുന്ന് അപ്പോൾ അതിനെടുത്തൊരു സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചു. ശേഷം നമ്മുടെ കൃഷ്ണനെ വെക്കാനായിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി പഴയ കൃഷ്ണൻ എന്നിടത്തുനിന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പുതിയ കൃഷ്ണനെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി അമ്മ. നമ്മുടെ കൃഷ്ണനെ എടുത്ത് അവിടെ വെച്ചു. അമ്മ ഇപ്പോൾ ഹാപ്പിയാണ്. കാരണം കണി വയ്ക്കാനായിട്ട് അമ്മയ്ക്ക് നല്ലൊരു കള്ളകൃഷ്ണനെ കിട്ടി. ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ?